ഞാൻ തൃശ്ശൂരിൽ നമ്മുടെ പാർട്ടീൻ്റെ പ്രോഗ്രാമിൽ ഞാൻ കേട്ടതാണ്. അതിനെക്കുറിച്ച് CBFC അല്ലേ തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങൾ അങ്ങനെ പാർട്ടി അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യില്ല. അത് എന്താണ് ഗ്രൗണ്ട്, എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതന്നെ തീരുമാനിക്കട്ടെ എന്താണ് ചെയ്യാൻ പോകുന്നത്. അതിന് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനും അപ്പലേറ്റ് ട്രിബ്യൂണലും ഉണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ അത് അവർ ചെയ്യുന്നത് അവർ ചെയ്യും, അത്രേ പറയാനുള്ളൂ. ആര് അല്ല ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിന് എന്താണ് CBFC ചെയ്തത്, എന്ത് കാരണം അത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഈ CBFC എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, അതിൽ ഞങ്ങളെന്താ ചെയ്യേണ്ടത് പറയേണ്ടത് അത് അവർ ചെയ്യുന്നത് അവർ ചെയ്യും. പിന്നെ പ്രൊഡ്യൂസേഴ്സും ഫിലിം ഇൻഡസ്ട്രി അവർക്കും അവകാശമുണ്ട് അപ്പീൽ ചെയ്യാനും അവർ ട്രിബ്യൂണലിൽ പോകാനും. അവർ ചെയ്യും. അല്ല, ഈ കോൺഗ്രസും CPM എല്ലാം ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയമല്ലേ. അവരൊരു ഇഷ്യൂ കാണുന്നു, അതിൽ പോയി പിടിക്കുന്നു. അവർ പിന്നെ എത്ര ഇഷ്യൂ ഉണ്ടല്ലോ, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന എത്ര ഇഷ്യൂ അവർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അത് വരുത്ത അവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയമാണ്. അവർക്കൊരു സിൻസിയറിറ്റി ഒന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രഷർ ചെയ്യാനോ അതിനെക്കുറിച്ച് പോയി സംസാരിക്കാനോ ഞങ്ങൾ അതിൽ പെടുന്നില്ല. CBFC എന്ത് ചെയ്തു, എന്തിന് ചെയ്തു, എന്ത് കാരണമായിട്ട് ചെയ്തു അത് അവർ പറയണം. അത് പ്രൊഡ്യൂസേഴ്സ് അവിടെ പോയിട്ട് സംസാരിക്കും. പ്രൊഡ്യൂസേഴ്സും ഫിലിം ഇൻഡസ്ട്രീനും അവർക്കും അവകാശമുണ്ട് അത് അപ്പീൽ ചെയ്യാൻ. അത് അവർ അപ്പീൽ ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിന് ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കാൻ പോകുന്നുമില്ല. അല്ല, അത് അവരുടെ അവകാശമല്ല, അത് ചെയ്യണ്ടേ, അവർ ചെയ്യണ്ടേ. CBFC എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും ഒരു അവകാശമാണ് അവരെ അപ്പീൽ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ അഗേൻസ്റ്റ് പോകാൻ. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അതിൽ ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരൊരു ഡിസിഷൻ എടുത്തു, അതിൻ്റെ കാരണവും അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ അവർ മുമ്പോട്ട് വെക്കണം. അത് ഫിലിം ഇൻഡസ്ട്രീൻ്റെ ഒരു അവകാശമാണ്. അത് ഫിലിം ഇൻഡസ്ട്രി അത് എൻഫോഴ്സ് ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞില്ല, ആ ഡീറ്റെയിൽസിൽ എന്നെ അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വലിയൊരു ഫിലിം എക്സ്പേർട്ടും അല്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് CBFCയുടെ ചെയർമാൻ ആരോടും വിളിച്ച് ചോദിക്കുകയാണ് ഏറ്റവും. ഇല്ല, ഞാൻ അതിൽ എൻ്റെ അങ്ങനെ ഒരു റെസ്പോൺസിൻ്റെ ആവശ്യമില്ല. ഇത് ഒരു ഡിസ്പ്യൂട്ടാണ്, ഫിലിം ഇൻഡസ്ട്രിയും ഫിലിം പ്രൊഡ്യൂസേഴ്സ് വേഴ്സസ് CBFC. അത് അവർ തീരുമാനിക്കട്ടെ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമോ പേഴ്സണൽ ഒപ്പീനിയനും ഇതിൽ ഒരു റെലവൻസ് ഇല്ലാതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം ഒരു വാലിഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത് അവർ CBFC അതിൻ്റെ ഉത്തരം കൊടുക്കട്ടെ. നോക്കൂ, ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം അവർ എൻഫോഴ്സ് ചെയ്യട്ടെ, അവർ ചോദിക്കട്ടെ. CBFC അതിൻ്റെ ഒരു ഉത്തരം കൊടുക്കട്ടെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പറഞ്ഞല്ലോ, ഫേക്ക് ന്യൂസ് അല്ലേ അത്. എല്ലാ മീറ്റിങ്ങിലും എല്ലാ നേതാവുകളും കോൺഗ്രസിൽ അങ്ങനെ എല്ലാ മീറ്റിങ്ങിലും രാഹുൽ ഗാന്ധി വരാറുണ്ടോ? ഇല്ലല്ലോ. ഇതെന്തിനാ പുതിയൊരു സ്റ്റാൻഡേർഡ് BJPക്ക്? ഇതെല്ലാം ഓരോരോ പ്ലാൻ ചെയ്യുന്നു. അതാ ചാനൽ പറയുന്നില്ല ഏത് ചാനലിലാണ് സ്റ്റോറി വന്നത്, അത് അവരെന്നെ ക്ലാരിഫൈ ചെയ്യട്ടെ. ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ യോഗങ്ങളും മീറ്റിംഗ്സ് എല്ലാം നടക്കുന്ന ഒരു പാർട്ടിയാണ്. എല്ലാ പാർട്ടിയിലും എല്ലാവരും വരുന്നെന്ന് അങ്ങനെ ഒരു റൂള് മീഡിയ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഇല്ല. പ്രൈം മിനിസ്റ്ററിൻ്റെ മീറ്റിങ്ങിൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ വരും, ആ ടോപ്പിക്കിൽ റെലവെൻ്റ് ആൾക്കാർ വരും. ഈ പാർട്ടിയിൽ അങ്ങനെയാണ് ഒരു പ്രക്രിയ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, നിങ്ങളെ ഇഷ്ടമാണ്, മീഡിയനെ ഇഷ്ടമാണ്, CPMനെ ഇഷ്ടമാണ്, കോൺഗ്രസിനെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ആരുടെ എഗെയിൻസ്റ്റ് ശത്രുതയോ ഒന്നുമില്ല. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ ചുമതലയുണ്ട്. പ്രവർത്തകർ ജൂനിയർ മോസ്റ്റ് സീനിയർ മോസ്റ്റ് പ്രവർത്തകർ ചുമതലയുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യും.
അല്ല, ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് ഞങ്ങൾ തന്നെ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ. കൃഷ്ണകുമാർജിയും സുധീർജി ഇത് എന്തിനാണ് വെറുതെ ഞങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്നത്? ഇതൊരു ന്യൂസ് അല്ല. നിങ്ങൾ വേറെ എത്ര ന്യൂസ് ഉണ്ടല്ലോ, അത് കവർ ചെയ്യൂ. ഇതൊരു ന്യൂസ് അല്ല.